ശ്രീ സുഭാഷ് ബാബു, ഇവിടെ ക്രമസമാധാന ചുമതല നിർവഹിക്കേണ്ടത് പോലീസ് സംവിധാനങ്ങൾ തന്നെയാണ്. അതോടൊപ്പം ഒരു വലിയ ജനരോഷത്തിലേക്കും പ്രതിസന്ധിയിലേക്കും ഒക്കെ നീങ്ങുമ്പോൾ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ മറ്റൊരു തരത്തിലുള്ള സംഘർഷ സാധ്യത കൂടി സൃഷ്ടിക്കുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. എന്തായാലും ഇനി തുടർന്നങ്ങോട്ടുള്ള നടപടിക്രമങ്ങൾ സർക്കാർ തലത്തിൽ എല്ലാ വകുപ്പുകളും ഏകോപന ചുമതലയോടുകൂടി കൊണ്ടുപോകേണ്ടതിൻ്റെ അനിവാര്യത ഇതാരാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടത്? ഒരു കൃത്യമായ വനം വകുപ്പ് മന്ത്രിയുണ്ട്, അദ്ദേഹം ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടു എന്ന് പറഞ്ഞതല്ലാതെ എന്തുകൊണ്ടാണ് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു നടപടി ഉണ്ടായത്, ഞാൻ അന്വേഷിക്കാം എന്നൊന്നും അദ്ദേഹം പറയുന്നില്ല. മറ്റൊരു രീതിയിലുള്ള അന്വേഷണമോ അല്ലെങ്കിൽ തുടർ നടപടികളോ ഇതിന്മേൽ ഉണ്ടാകുന്നുമില്ല. അതുകൊണ്ടാണ് വീണ്ടും സംശയമുണ്ടാകുന്നത്, പോലീസ് ഇത്തരത്തിൽ ഒരു സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കാൻ തക്കവണ്ണമുള്ള ഒരു അധികാരം ഇവർക്ക് എവിടുന്ന് കിട്ടുന്നു എന്നുള്ളത്. സംബന്ധിച്ചിടത്തോളം പോലീസിന് ഇതിനകത്ത് കാര്യമായി തീരുമാനം എടുത്തിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് പ്രത്യേകിച്ച് വന്യജീവികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഇതേമാതിരി ഹണ്ടിങ് സംബന്ധിച്ച വിവരങ്ങൾ പൂർണ്ണമായിട്ടും അത് അസസ് ചെയ്ത് തീരുമാനമെടുക്കേണ്ട ഉത്തരവാദിത്തം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്കാണ്. അപ്പൊ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിൽ നിന്ന് ഉത്തരം കിട്ടുന്നത് വരെ DFOയ്ക്കോ ഇടയിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന അവസരത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിനെ എന്ത് കാര്യമാണെങ്കിലും പെട്ടെന്ന് നിയമം അനുസരിച്ച് അവർക്ക് ഓരോ സാഹചര്യം അനുസരിച്ച് തീരുമാനം എടുത്തിട്ട് അവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതെ ഈ ഡിപ്പാർട്ട്മെന്റിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് അങ്ങനെ പെട്ടെന്ന് തീരുമാനമെടുത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വയ്യാതെ വരുമ്പോൾ ആ കാലതാമസം പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലതാണ് ഇവിടെ പ്രധാന ഘടകം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹയറാർക്കി, അതായത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അവിടെ വരെ പോയി അത് ഉത്തരവ് കിട്ടി താഴേക്ക് വരെ ചെറിയ മൃഗങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ DFOയുടെ തലത്തിൽ തീരുമാനിക്കാം, അത് ജില്ലാ കളക്ടർ അതേ തലത്തിൽ തീരുമാനമെടുക്കാം. പക്ഷെ ഇതിലുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതേമാതിരി വന്യജീവികളായിട്ട് കഴിഞ്ഞാൽ വന്യജീവികളെ നിയന്ത്രിക്കുന്നതിനെ അതിനെ ഏതെങ്കിലും രീതിയിൽ പിടിക്കാൻ പറ്റില്ല എന്നുള്ള ഉത്തമ ബോധ്യം വന്നതിന് ശേഷം മാത്രമേ അതിനെ വെടിവെക്കാൻ പറ്റൂ. അപ്പൊ അഥവാ വെടിവെച്ച് കഴിഞ്ഞാൽ പോലും എന്താന്ന് പറഞ്ഞാൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിന് ഉത്തരവാദിത്തം വരുന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയമാണ്. ഇത് കഴിഞ്ഞ് തിരിച്ച് എന്റെ നിലയിലേക്ക് വരുമല്ലോ എന്നുള്ള ഭീതി കൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഉത്തരവ് കൊടുക്കാൻ അവരെ മടിക്കുന്നത്. കാരണം അങ്ങനെ ഇവിടെ ഒരു സംവിധാനം ശ്രീ സുരേഷ് ബാബു പറഞ്ഞത് പ്രകാരം ഈ ലോക്കലായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി ഒരു ലോക്കൽ സംവിധാനം അത് ഇല്ലിവിടെ. അങ്ങനെ ലോക്കൽ സംവിധാനം ഉണ്ടാകുകയും ആ ലോക്കൽ സംവിധാനം ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ പോലീസും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും തമ്മിൽ ഒരു ഏകോപനത്തിന് ഏതെങ്കിലും ഒരാളെ നിയന്ത്രിക്കുകയും ആ ഉദ്യോഗസ്ഥൻ അതൊരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റോ വേറെ ആരെങ്കിലും അങ്ങനെ നമ്മൾ സാധാരണ ലോ ആൻഡ് ഓർഡർ ചെയ്യുന്ന മാതിരി ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനെ അവിടെ കൊടുക്കുന്ന പുതിയൊരു സംവിധാനം ഉണ്ടാക്കിയാൽ മാത്രമേ ഇത് നടക്കുള്ളൂ. അല്ലെങ്കിൽ രണ്ടാളും രണ്ടു വഴിക്ക് ചിന്തിക്കുകയും രണ്ടാൾ വഴിക്ക് പ്രവർത്തിക്കുകയും ചെയ്യും. ഏകോപനമില്ലത് പ്രവർത്തിക്കാൻ, കാരണം ഒരാൾ തീരുമാനം എടുക്കുക മറ്റൊരു സഹായിയായിട്ട് നിന്നിട്ട് ആവശ്യം വന്നാൽ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പ്രധാന ഘടകം മുഴുവൻ അതിന്റെ ഉത്തരവും പ്രധാന ഓപ്പറേഷണൽ പാർട്ടും എല്ലാം ഫോറസ്റ്റിൽ നിക്ഷിപ്തമായിരിക്കും. പോലീസിനെ സംബന്ധിച്ച് അവർ അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കും. ആ അസ്വാസ്ഥ്യത്തിന്റെ ഭാഗമായിട്ട് ഇതേമാതിരി അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിസ്സഹകരണമോ അല്ലെ ഇതേമാതിരി ഉണ്ടാകുന്ന ഇടപെടലും ഒക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും ശരി, ഇതിനെ വളരെ സത്വരമായ ഒരു ചിന്തയും അതിനെ തുടർന്നുള്ള തീരുമാനങ്ങളും അനിവാര്യമാണ്. ഇത് ഹോം ഡിപ്പാർട്ട്മെന്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഒന്നിച്ച് തീരുമാനിച്ച് ലോക്കൽ ബോഡി ഉദ്യോഗസ്ഥന്മാരുടെയും ഡിസ്ട്രിക്ട് കളക്ടറുടെയും സഹായത്തോടുകൂടി ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കി അതിന്റെ പേരിൽ ഇതേമാതിരി പ്രശ്നങ്ങൾ ഉണ്ടായി പഠിച്ച് പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാക്കുകയും ഇതേമാതിരി ഈ അനിമലിനെ ആരാണ് എന്ന് ബോധ്യപ്പെടുത്തി. കാരണം അത് കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാവുന്നുള്ള ശ്രീ സുരേഷ് ബാബു പറഞ്ഞു. അതാണ് അവിടുത്തെ പ്രധാന പ്രശ്നം. കാരണം ഇത് ചെയ്തു കഴിയുമ്പോൾ ഈ അനിമൽ അല്ല വേറൊരു അനിമലാണ് ഇത് ചെയ്തതെന്ന് നാളെ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇന്നലെ രാത്രി വന്നോ അല്ലെ മിനിഞ്ഞാന്നോ പകല് കണ്ടോ അനിമൽ ആയിരിക്കില്ല ഇന്നിപ്പോ വെടിവെച്ച് കൊല്ലുന്നത്. അപ്പൊ ആ പ്രശ്നം വളരെ ഗുരുതരമായ പ്രശ്നമായി മാറും. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാവർക്കും ഭയമാണ്. പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ് അവരിലേക്ക് കൊടുത്തിരിക്കുന്നത്. അവരാരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരാണ് അതിന്റെ സോൾ റെസ്പോൺസിബിലിറ്റി. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം അവരുടെ ഉള്ളിൽ ഇതേമാതിരി ഒരു ഭീതിയുണ്ട്. ഈ എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള ഉത്തരവെടുക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അത് പോലീസിനെ സംബന്ധിച്ചുള്ള അവരെ ഇത് അസ്വസ്ഥരാകും ഈ സമയത്ത് ഇതിന് ഡിലേ വരുന്ന അവസരം. കാരണം അവർക്ക് കൂടുതൽ കാരണം പോലീസിന്റെ വണ്ടയിലേക്കാണല്ലോ കയറുന്നത്. ഏറ്റവും കൂടുതൽ പോലീസ് ഫോഴ്സാണല്ലോ അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ അവര് തമ്മിലുള്ള ഈ അസ്വാരസ്യങ്ങള് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു സംവിധാനമാണ് അനിവാര്യമുള്ളത്. അത് പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തിട്ട് ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രവർത്തന രീതി നമ്മൾ തീർച്ചയായിട്ടും ഉടലെടുക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്ന പരിഹാരത്തിൽ എനിക്ക് തോന്നുന്ന പ്രധാന മാർഗം. അതെ.